ഇന്ത്യയുടെ അതിവേഗ യാത്രയ്ക്ക് നിറം പകർന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടത്തിയ പരീക്ഷണങ്ങളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത കൈവരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള ദീർഘദൂര യാത്രയ്ക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കുന്നത്. ഈ മാസം അവസാനം വരെ പരീക്ഷണങ്ങൾ തുടരുമെന്ന് റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കോട്ട ഡിവിഷനിലെ വിജയകരമായ പരീക്ഷണത്തിന്റെ വീഡിയോയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാജസ്ഥാനിലെ ബുണ്ടി ജില്ലയിലെ കോട്ടയ്ക്കും ലബനുമിടയിൽ 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടത്തിനിടയിൽ ട്രെയിൻ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിലെത്തി. റോഹൽ കുർദ് മുതൽ കോട്ട വരെയുള്ള 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ മണിക്കൂറിൽ 180 കിലോമീറ്റർ എന്ന വേഗതയിലുമെത്തി. അതേ ദിവസം കോട്ട, നാഗ്ദ, റോഹൽ ഖുർദ്, ചൗ, മഹ്ല വിഭാഗങ്ങളിൽ മണിക്കൂറിൽ 170 കിലോമീറ്ററും മണിക്കൂറിൽ 160 കിലോമീറ്ററുമായി ഉയർന്നു. ലക്നൌവിൽ RDSOയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷണം നടക്കുന്നത്. പരീക്ഷണങ്ങൾ പൂർത്തിയായാൽ പരമാവധി വേഗതയിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ട്രെയിൻ വിലയിരുത്തും. അവസാന ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഔദ്യോഗിക സർവീസിനായി ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറുകയുള്ളൂ. കശ്മീർ മുതൽ കന്യാകുമാരി, ഡൽഹി മുതൽ മുംബൈ, ഹൗറ മുതൽ ചെന്നൈ വരെയുള്ള ദൂരയാത്രകളിൽ ലോകോത്തര യാത്രാനുഭവം റെയിൽവേ യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്.